ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് തീരെ ഇങ്ങനെ നിന്നിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരുവിധം പ്രായമുള്ളവരുണ്ടാവില്ല, ഒന്നും അനങ്ങാൻ പറ്റാത്ത അവർക്ക് കുറച്ച് നമ്മളെ എല്ലാ ശരീരം ദിവസവും ഒന്ന് അനക്കി ഇതായാലും നല്ല ഇതാകുന്ന ഒരു എക്സസൈസാണ് ചെയ്യുന്നത്. അത് നമുക്ക് മസാലയിൽ ഇരുന്ന് ചെയ്യാം. അതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇതേപോലെ മെല്ലെ ഇങ്ങനെ കഴുത്ത് പൊന്തിക്കുക, താക്കുക, സാവധാനത്തിൽ ഇങ്ങനെ പൊന്തിക്കുക. ഒന്നും ചെയ്യാൻ കഴിയാത്തവരുണ്ടല്ലോ, അവരായാലും ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. പിന്നെ കഴുത്തിങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇതേപോലെ മടക്കുക. പിന്നെ നല്ല കസേര പിടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക, തിരിഞ്ഞ് നോക്കുക. അങ്ങനെ ഇത് പിന്നെ കൈ പൊന്തിക്കുക, താക്കുക. ഇങ്ങനെ സാവധാനത്തിൽ നമുക്ക് കയ്യിൽ നിന്ന് ഇത്തിരി ഇങ്ങനെ ചെയ്യാം. ഒന്നും അനങ്ങാണ്ട് നമ്മുടെ ശരീരം തീരെ നമുക്ക് പിന്നെ കൈയും കാലും ഒന്നും അനങ്ങാണ്ടായിപ്പോന്നതിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ നീട്ടുക, ഇങ്ങനെ തിരിയുക, ഇങ്ങനെ തിരിയുക, ഈ കൈയെല്ലാം ഇങ്ങനെ ആക്കുക. ഇങ്ങനെ അതെല്ലാം പൂട്ടുകയും തുറക്കുകയും ചെയ്യാം. ഈ വിരലൊന്നും പിന്നെ ഒരു പ്രായമാകുമ്പോൾ പിന്നെ ഇങ്ങനെ നീർക്കാനും മടക്കാനും കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ദിവസവും ഇതിങ്ങനെ എന്ത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെങ്കിലും ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് മെല്ലനെ ഇങ്ങനെ ചെയ്യുക. പിന്നെ മെല്ലെ നീർക്കുക, മടക്കുക, ഇതേപോലെ ചെയ്യുക. കയ്യിന്ന് അതേപോലെ തന്നെ കാലിങ്ങനെ പൊന്തിക്കുക. മെല്ലെ വിരൽ മടക്കുക, നീക്കുക, വിരൽ ഇങ്ങനെ നീക്കുക. പിന്നെ പിടിച്ചിട്ടായാലും സാരമില്ല, കാലിങ്ങനെ. ഇപ്പം എല്ലാവർക്കും കാല് പൊന്തിക്കാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടായാലും ഇങ്ങനെ മടക്കുക. പിന്നെ മെല്ലെ ചോയത്ത് ഇങ്ങനെ അതും പിന്നെ ഇങ്ങോട്ട് വെക്കുക. പിന്നെ മറ്റേ കാലം പിടിക്കുക. എന്നിട്ട് വിരൽ മടക്കുക, നീർക്കുക. പിന്നെ ഇതേപോലെ അങ്ങോട്ട് ആക്കുക. പിന്നെ ഇങ്ങനെ വട്ടത്തിൽ കറക്കുക. പിന്നെ കാല് നല്ല പൊന്തിക്കാൻ നോക്കുക, പൊന്തിച്ച് ഇങ്ങനെ പിടിക്കുക. പിന്നെ മറ്റേ കാലം നല്ല പൊന്തിക്കുക. അങ്ങനെ ചെയ്യുക. ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുക. നമ്മൾ ഒന്നും അതേപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇങ്ങനെ കസേര പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ശരീരമെല്ലാം പള്ളിവെല്ലാം അനങ്ങല്ലോ, ഒന്നും അനങ്ങാണ്ടിരിക്കുന്ന അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ. പിന്നെ ഇവിടെ നല്ല പിടിച്ച് വന്നിട്ട് നമ്മൾ കാലിങ്ങനെ പൊന്തിക്കുക, ഇങ്ങനെ പൊന്തിക്കുക. നല്ലോണം ഇങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ശരിക്കും ഇങ്ങനെ പൊന്താൻ കഴിയും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാണ്ട് എല്ലാം നമ്മൾ വീഴേണ്ട അവസ്ഥയാണ്. എന്നാലും ഇത് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ കാലിനെല്ലാം ഒരു ശക്തി വന്ന് ഇങ്ങനെ നടക്കാനുണ്ട്, അങ്ങനെ രോഗം ഇല്ലാണ്ടിരിക്കും. ആ അവസ്ഥയിലേക്ക് പോകാനാണ്. മറ്റേ നമ്മൾ ഒന്നും അനങ്ങാണ്ട് നിന്നാൽ നമുക്കൊന്നും കഴിയില്ലാതെ ചൊറ്റി ഇട്ടിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെയെല്ലാം പിടിച്ചിട്ടെല്ലാം ഇരിക്കുക. പിന്നെ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാല് മുണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്ര ചെയ്യുക. പിന്നെ മെല്ലെ ഇരുന്ന് നോക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുക. പിന്നെ എണീക്കുക, മെല്ലെ ഇങ്ങനെ ഇരിക്കുക, എണീക്കുക. നമ്മളെ മുട്ടിന് സ്ട്രെങ്ത് ആകും. മുട്ടിനെല്ലാം വേദനയെല്ലാം കുറേ നല്ലതാണ്. ഇത് തീരെ കഴിയാത്തവർക്കാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഇരിക്കുക, എണീക്കുക. അതെ. പിന്നെ കാലിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കുക. പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ നോക്കുക, അങ്ങനെ ചെയ്യുക. ഇതും ചെയ്യാം. പിന്നെ പ്രായമാകുമ്പോൾ നമുക്ക് കണ്ണിന് എല്ലാം
കാഴ്ച കുറയും. അതിന് വേണ്ടി നമ്മൾ കണ്ണും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് കണ്ണൊന്നും ശരിക്കും ഇങ്ങനെ തുറന്നിട്ട് വരില്ല ഒരു വിധം പ്രായം. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന അറിയില്ല. അതിന് ആ ചുമരിൻ്റെ വശത്തേക്ക് ഇങ്ങനെ ചുമരി നോക്കുക. അപ്പോൾ ഇങ്ങേ ചുമരി നോക്കുക, പിന്നെ ഇങ്ങേ ചുമരി നോക്കുക. അങ്ങനെ നമ്മൾ നേരെ നിന്ന് പോയിട്ട് ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് കണ്ണിനെല്ലാം കാഴ്ച ഇല്ലാണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് ചെയ്താൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും എന്തായാലും. പിന്നെ അങ്ങനെ മേലെ അട്ടത്ത് നോക്കുക, പിന്നെ താഴെ നിലത്തേക്ക് നോക്കുക, പിന്നെ മേലോട്ട് നോക്കുക, താഴത്തേക്ക് നോക്കുക. ഇങ്ങനെ അതെല്ലാം ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ മുകളിലോട്ട് നോക്കുക, പിന്നെ ഇങ്ങനെ കോണായിട്ട്, പിന്നെ അങ്ങേപ്പാവ് നോക്കിയിട്ട് കോണായിട്ട് ഇങ്ങനെ നമുക്ക് പിന്നെ നേരെ ഇങ്ങനെ കുറച്ചേരം നോക്കിക്കുക, ഒരു പോയിന്റിൽ അങ്ങനെ നോക്കിക്കുക. പിന്നെ നമ്മളെ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അടുത്തോട്ട് വെക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് വിശ്രമിക്കുക. പിന്നെ ആദ്യം ഈ വിരലിൽ ഇങ്ങനെ കുറച്ചേരം നോക്കുക. പിന്നെ അങ്ങ് ഒരു പോയിന്റിൽ കുറച്ച് ദൂരെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുക. പിന്നെ കുറച്ചേരം കണ്ണടക്കുക. അങ്ങനെ അത് കുറേ പ്രാവശ്യം ചെയ്യണം. ഒറ്റൊരു പ്രാവശ്യം ചെയ്താൽ പോലെ. പിന്നെ എന്ന് വെച്ചാൽ കണ്ണിങ്ങനെ ഉരുട്ടുക, ഇങ്ങനെ വെട്ട് നെയ്തും പോലെ ഇങ്ങനെ മൂക്കിന് വന്ന് ആ മൂലക്ക് പോയി ഇങ്ങനെ. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ കണ്ണുകൊണ്ട് കുറച്ചേരം ഇങ്ങനെ പിന്നെ ആക്കുക. പിന്നെ നമ്മൾ നല്ലോണം കൈ നല്ലോണം ചൂടാക്കിയിട്ട് ഇങ്ങനെ കണ്ണിന് വെച്ച് കണ്ണ് നല്ല മെല്ലെ തുറക്കുന്നു ചെയ്യുന്നു. ഇത് എല്ലാവരും ചെയ്യുക. ദിവസവും ഇങ്ങനെ കഴിയാത്തവർ വെറുതെ ഒന്നും എനിക്ക് കഴിയൂല, ഇനി എണീക്കാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല എന്ന് കിടക്കയിലായാലും ഇരുന്നിട്ട് നമ്മൾ കയ്യിൽ നിന്ന് എന്ത് നല്ല ഒന്നുമില്ലെങ്കിൽ കൈ കൂട്ടി തുറക്കുകയും കഴിക്കും ഇങ്ങനെ കുത്തുക. ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ഇന്നേക്ക് തീർന്ന്. ഇനി അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക.